ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞത് ഇത് മാരുതി സുസുക്കി 800 MB5 വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് സ്ലിപ്പിംഗ് ആണ് ഇതിന്റെ ഒരു കംപ്ലൈന്റ്. അതുപോലെ തന്നെ വണ്ടിക്ക് വലിവ് കുറവ്. അപ്പോൾ ഇതിന്റെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഫ്ലൈ വീലും കാര്യങ്ങളും എല്ലാം അയച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിന്റെ ക്രാങ്കിന്റെ സീല് മാറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഇതിനകത്തുണ്ട്, ഗിയർ ബോക്സിന്റെ ഭാഗത്തുനിന്ന് ഓയിൽ ലീക്ക് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് ഈ ക്ലച്ച് സ്ലിപ്പിംഗ് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ. കാരണം ഓയിൽ കയറിയിട്ട് ക്ലച്ചിന്റെ ഡിസ്കില്, അതുപോലെ തന്നെ ഫ്ലൈവിന്റെ ഭാഗത്ത്, അതുപോലെ തന്നെ ക്ലച്ചിന്റെ പ്രഷർ പ്ലേറ്റ്, റിലീസ് ബെയറിങ്, ഈ ഭാഗങ്ങളിലൊക്കെ ഓയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഗിയർ ഓയിലാണ് ലീക്ക് ആയേക്കുന്നത്. ആദ്യം നമുക്ക് ഇതിന്റെ ഫ്ലൈവീലിന്റെ സൈഡിൽ നിന്നുള്ള ചെറിയൊരു ലീക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ ഫ്ലൈ വീലും കാര്യങ്ങളൊക്കെ അഴിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഈ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ചെറിയൊരു ഓയിൽ ലീക്ക്, അതായത് കാര്യമായിട്ടുള്ള ഓയിൽ ലീക്ക് അല്ല, എന്നാലും ചെറിയൊരു ഓയിൽ ലീക്ക് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഫ്ലൈ വീൽ സൈഡിലെ ക്രാങ്കിന്റെ ഓയിൽ സീല് വരുന്നത്. അപ്പോൾ ഈ ഓയിൽ സീല് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു ലീക്ക് ഇവിടെ വരുന്നുണ്ട്. ഇത് കൂടാതെ നല്ലൊരു ലീക്ക് ഗിയർ ബോക്സിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. അതപ്പോൾ അത് നമുക്ക് നോക്കാം. നമുക്ക് ഇതിനകത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഓയിൽ ലീക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഫുൾ ഇത്രയും ഭാഗത്ത് നല്ല രീതിയിൽ ഗിയർ ഓയിൽ വന്ന് നിൽക്കുകയാണ്. ഇതിന്റെ സെൻട്രൽ ഷാഫ്റ്റിന്റെ വലിയ കൂടെ ഗിയർ ഓയിലിന്റെ വന്നേക്കുന്ന ഒരു ലീക്കാണ് ഈ കാണുന്നത്. ഈ ഭാഗത്ത് കൂടെ നല്ല രീതിയിൽ ഗിയർ ഓയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തുനിന്നും ഗിയർ ഓയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഈ സൈഡ്, അതായത് ഇത് ഗിയർ ബോക്സ് നമുക്ക് പിരിക്കാനായിട്ട് സാധിക്കും. ഇത് പിരിക്കുന്ന സമയത്ത് ഈ സൈഡിലൊക്കെ ബോണ്ടിന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ഗിയർ ഓയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ സീലും കാര്യങ്ങളൊക്കെ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിയർ ബോക്സ് പിരിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ബോണ്ട് ഇട്ട് വിടേണ്ടതായിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഗിയർ ഓയിൽ ലീക്കാണ്. ഈ ഭാഗത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഗിയർ ഓയിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ ക്ലച്ചിനകത്തോട്ട് വരും. ക്ലച്ച് സ്ലിപ്പിംഗ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഗിയർ ഓയിൽ ലീക്ക് ആയി കഴിഞ്ഞാൽ ക്ലച്ച് നല്ല രീതിയിൽ സ്ലിപ്പ്. ഈ ഭാഗത്തോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഗിയർ ഓയിൽ ഇങ്ങനെ തളം കെട്ടി കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇതാണ് ഇതിന്റെ ക്ലച്ച് വരുന്നത്. ഈ ക്ലച്ചിന്റെ ഭാഗത്ത് നോക്കിയാൽ ഓയിൽ വന്നേക്കുന്നതിന്റെ മയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓയിൽ വന്നിട്ട് ഈ ഭാഗത്തൊക്കെ ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ക്ലച്ചിന്റെ റിവറ്റ് ഏകദേശം മുട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലൈവീൽ, ഇതിന്റെ പ്രഷർ പ്ലേറ്റ് നോക്കി കഴിഞ്ഞാൽ പ്രഷർ പ്ലേറ്റിൽ ഫുള്ളായിട്ട് ഓയിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ക്ലച്ച് കറക്റ്റായിട്ട് എൻഗേജ്, നമുക്ക് ഒരു സ്ലിപ്പിംഗ് പോലെ തോന്നുന്നതും വണ്ടി വലിക്കാതെ വരുന്ന ഒരു അവസ്ഥയൊക്കെ വരുന്നത് ഈ ഓയിലിന്റെ അംശമുണ്ട്. കൂടാതെ തന്നെ ഇതിന്റെ ക്ലച്ച് തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്ലൈ വീലിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ പൈലറ്റ് ബെയറിങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഫ്ലൈ വീലിൽ ഈ ഭാഗത്തോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഓയിലാണ് നിൽക്കുന്നത്. ഓയിലും അതുപോലെ തന്നെ പൊടിയും കൂടെ, ക്ലച്ച് തീർന്ന പൊടിയും കൂടെ വരുമ്പോഴത്തേക്കാണ് ഈ കുഴഞ്ഞ് നിൽക്കുന്നത്. ഈ സൈഡിലെല്ലാം ഓയിൽമയമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് അഴിക്കുന്ന, ക്ലച്ച് മാറാൻ വേണ്ടി ഗിയർ ബോക്സ് അഴിക്കും, ക്ലച്ച് സ്ലിപ്പിങ്ങിനൊക്കെ ഗിയർ ബോക്സ് അഴിക്കുമ്പോൾ ക്ലച്ച് ഡിസ്ക് തീരുന്ന ഒരു അവസരത്തിലൊക്കെ ഗിയർ ബോക്സ് അഴിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നോക്കുക വെൽ ഹൗസിങ്ങിന്റെ ആ ഗിയർ ബോക്സിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ടോ എന്നുള്ളത്. ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയും തുടച്ച് കയറ്റരുത്. കാരണം നമ്മൾ പുതിയ ക്ലച്ച് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൈലറ്റ് ബെയറിംഗ് പുതിയ ഇട്ടിട്ട് ക്ലച്ചും ഡിസ്കും റിലീസ് ബെയറിംഗും എല്ലാം മാറി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും കുറച്ച് ദൂരം ഓടി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ ഓയിൽ നേരെ ക്ലച്ച് ഡിസ്കിനകത്ത് വരാൻ തുടങ്ങും. ക്ലച്ച് സ്ലിപ്പിങ്ങിനുള്ള സാധ്യത കൂടുതലുണ്ടാവും. അപ്പോൾ പിന്നെയും നമുക്ക് ഗിയർ ബോക്സ് അഴിക്കേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഗിയർ ബോക്സ് അഴിച്ചു വെച്ചിരിക്കണം. ഗിയർ ബോക്സ് പിരിച്ചിട്ട് അതിന്റെ സീലും കാര്യങ്ങളെല്ലാം മാറും, കറക്റ്റായിട്ട് ബോണ്ട് ഇട്ട് വിടുക. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ ഇതിന്റെ സീലും കാര്യങ്ങളും ഗിയർ ബോക്സിന്റെ മാറണം. അതുപോലെ തന്നെ ബോണ്ട് പിരിച്ചിട്ട് ബോണ്ട് കറക്റ്റായിട്ട് നമുക്ക് ഇട്ടുവിടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലച്ച് ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്, അതുപോലെ തന്നെ റിലീസ് ബെയറിംഗ്, പൈലറ്റ് ബെയറിംഗ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മാറണം. കൂടാതെ തന്നെ ഈ ഫ്ലൈവീലിന്റെ ഈ ഭാഗത്ത് നമ്മൾ കണ്ട ആ ചെറിയ ലീക്ക് അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു ക്രാങ്കിന്റെ, ഫ്ലൈവീലിന്റെ ആ ഭാഗത്ത് വരുന്ന ക്രാങ്കിന്റെ ഓയിൽ സീലും നമുക്ക് മാറ്റി വിടേണ്ടതാണ്. അപ്പൊ ഗിയർ ബോക്സ് അഴിക്കുമ്പോൾ ഓയിൽ ലീക്കിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഗിയർ ബോക്സിന്റെ ഭാഗത്ത് ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് തന്നെ അത് സെറ്റ് ചെയ്തിട്ട് വേണം, ഓയിൽ ലീക്ക് നിർത്തിയിട്ട് വേണം നമുക്ക് ഗിയർ ബോക്സ് കയറ്റാനായിട്ട്. അപ്പോൾ മാരുതി 800 MB5 വണ്ടിയുടെ MB5 കാർബറേറ്ററും സെയിം തന്നെയാണ് ഇതിന്റെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ആ വണ്ടിയുടെ ക്ലച്ച് നമ്മൾ അഴിക്കുമ്പോൾ ഓയിൽ ലീക്ക് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ റിപ്പയർ ചെയ്തിട്ട് വേണം ഗിയർ ബോക്സ് കയറ്റി വെക്കാനായിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.